എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് എപ്പോഴും റിലേഷൻഷിപ്പ് അതൊക്കെ തന്നെയല്ലേ നോക്കുന്നത്. ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയാലും മറ്റുള്ളവരായാലും നിങ്ങളെപ്പറ്റി ഉള്ള ഒപ്പീനിയൻ, നിങ്ങളെപ്പറ്റി എന്താണ് അവർ ചിന്തിക്കാറുള്ളത്, നിങ്ങളെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതെന്തായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ മറ്റുള്ളവരാവട്ടെ, ഓക്കെ, ജനറലി നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാറുള്ളത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. റീഡിങ്ങിലേക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ആവട്ടെ മറ്റുള്ളവരാവട്ടെ എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ചിന്തിക്കാറുള്ളത്, അവരെങ്ങനത്തെ വ്യക്തിയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, പൊതുവേ അവരെ പറ്റിയുള്ള ജനങ്ങളുടെ മറ്റുള്ളവരുടെ അവരുടെ പേഴ്സൻ്റെ ഉൾപ്പെടെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് അവരെക്കുറിച്ച് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി അവർക്ക് ചുറ്റുമുള്ളവരുടെ, അവരുടെ പേഴ്സൺ ഇൻക്ലൂഡഡ്, അവരുടെ പേഴ്സണെയും ചേർത്താണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ളവരുടെ അഭിപ്രായം, അവരെങ്ങനത്തെ വ്യക്തിയാണെന്നാണ് അവർക്ക് ചുറ്റുമുള്ളവർ കരുതുന്നത് എന്ന് പറഞ്ഞു തരും. ഒരു ഷഫ്ലിംഗ് കൂടെ കേട്ടോ. Three of Cups, wow. King of Wands, Ace of Pentacles, Judgment, okay. Ten of Cups, Fool, രണ്ട് കാർഡ് വന്നു. Eight of Swords and Six of Pentacles കേട്ടോ. Empress, wow. Queen of Cups, ശരി. Four of Cups, Sun, Ten of Wands. കേസ് ബൈ കേസ് എടുത്തോളണം കേട്ടോ, കാരണം മിക്സ്ഡ് എനർജീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒന്നാമതായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിന്തിക്കുന്ന, നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ്. ആ സുഹൃത്ത് ബന്ധം വളരെയധികം സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ടായാൽ അവരെ പോലെ ഇരിക്കണം എന്ന് നമ്മൾ എക്സാമ്പിൾ പറയില്ലേ, അതുമാതിരത്തെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾ. ഒരു വാല്യുവബിൾ ഫ്രണ്ട്, വിലമതിക്കാനാവാത്തൊരു സുഹൃത്ത്, അതാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയാറുണ്ട്. അവരുടെ അടുത്ത് എന്ത് ഹെൽപ്പിനായാലും അവരുടെ അടുത്ത് പോയാൽ മതി, അവരൊരിക്കലും ഇല്ല എന്ന് പറയില്ല, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന സ്ട്രോങ് ആയിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആണ് പൊതുവെ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം. ഓക്കെ, കിങ് ഓഫ് വാൻസ് വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കഴിവുള്ള, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന, അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചുറ്റുമുള്ളവരെ നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. ഓക്കെ, ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇവർ പറയുന്നത് ശരിയായിരിക്കും എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ കാണാനും നല്ലൊരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ സംസാരം, പെരുമാറ്റം എല്ലാം തന്നെ എടുത്ത് കാണത്തക്ക രീതിയിലുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് എന്നാണ് അഭിപ്രായം. ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ വളരെ എന്താ പറയുക, ആലോചിച്ച് തീരുമാനമെടുത്ത് സക്സസ് ആക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നും പറയാറുണ്ട്. നിങ്ങൾ ജോലി തന്നെ ഒരു പക്ഷേ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഉപദേശങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്ന് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളുടെ ക്ലയൻസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, എല്ലാവരും തന്നെ പറയുന്നു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഉപദേശങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്ന്. ഓക്കെ, അത്യാവശ്യം സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. ഭക്തിയുണ്ട്, ആവശ്യത്തിന് പ്രാർത്ഥന കാര്യങ്ങൾ എല്ലാം അവരെ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെപ്പറ്റി പറയാറുണ്ടായിരിക്കും കേട്ടോ. കുടുംബസ്നേഹം വളരെയധികം കീപ്പ് ചെയ്യുന്ന ആളാണ് എന്നും
നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട് കേട്ടോ. കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നിങ്ങൾക്ക് മടിയില്ല എന്ന് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പറയുന്നു. വളരെ ജോളിയായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ, ടെൻഷൻ അടിച്ചിരിക്കാൻ അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നം തലയിലേക്ക് എടുത്തു വെച്ച് അങ്ങനെ സ്ട്രെസ്സിലായെങ്കിലേ ഉള്ളൂ. പൊതുവേ നിങ്ങൾ എന്ത് സ്ട്രെസ്സ് ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ ജോളിയായിട്ട് തമാശയായിട്ട് കണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് എന്നും പറയുന്നുണ്ട്. നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകുന്ന എന്ന് വെച്ചാൽ ട്രക്കിങ്ങിന് പോകാറുണ്ടായിരിക്കും, ബൈക്ക് റൈഡ്സ് പോകാറുണ്ടായിരിക്കും, യാത്രകൾ പോകാറുണ്ടായിരിക്കും, എസ്പെഷ്യലി കടൽ, കായൽ അങ്ങനെ സ്ഥലങ്ങളിൽ, പിന്നെ മൗണ്ടൻ ഏരിയാസിൽ അങ്ങനെയൊക്കെ യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും, ഹിൽ സ്റ്റേഷൻസിൽ അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ടെൻഷൻ എടുക്കാറുണ്ട്. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച കാര്യമായിരിക്കില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നും, അത് നിങ്ങളുടെ കുടുംബമൊക്കെ ആണെങ്കിൽ അത് അവരെ പറ്റി വളരെ ബോധേഡാണ് എന്നും കാണുന്നു. ഓക്കെ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് എന്നും അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ അവരുടെ ആവശ്യം, മുന്നിൽ നിൽക്കുന്ന ആളുടെ ആവശ്യം വളരെ ജെനുവിനായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഏത് ലെവൽ വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണ് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ പൊതുവെ പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കത്തക്ക ഒരു പേഴ്സണാലിറ്റിയാണ് എംപ്രസിൻ്റെ കാർഡ് വെച്ചിട്ട് കേട്ടോ. നിങ്ങൾ സ്വയം വളരെ നന്നായി ഗ്രൂം ചെയ്ത് വെക്കുന്ന, നല്ല രസമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, നന്നായി സ്വന്തം സൗന്ദര്യം കീപ്പ് ചെയ്യുന്ന, ഇപ്പോൾ പൊതുവെ വീട്ടിലിരിക്കുമ്പോഴായാലും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ, അതുപോലെ കെയറിങ്, എല്ലാവരുടെ കാര്യവും വീട്ടിലുള്ളവരുടെ ആവട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആവട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ ആവട്ടെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വളരെ അന്വേഷിച്ച് ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കുന്ന, കഴിച്ചോ ഉറങ്ങിയോ അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഭയങ്കര കെയറിങ് ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക പേഴ്സണാലിറ്റി ആണെന്നാണ് പൊതുവെ നിങ്ങളെപ്പറ്റി എല്ലാവരും ചിന്തിക്കുന്നത് കേട്ടോ. അവരെ പോലെ ഒരാൾ അങ്ങനെ ഇരിക്കണം ആൾക്കാർ എന്ന് പറയില്ലേ, അതുമാതിരത്തെ ഒരു ക്യാരക്ടർ. ഓക്കെ, നിങ്ങൾ സ്വല്പം ഇമോഷണൽ ആണ് എന്നും ആൾക്കാർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അതൊരു കുറച്ച് സമയത്തേക്കാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പി സെൽഫിലേക്ക് വീണ്ടും പോകും. ഓക്കെ, എന്നാൽ നിങ്ങളെ കരയിക്കാനൊക്കെ എളുപ്പമാണ് എന്നുള്ളൊരു രീതി. ഓക്കെ, അതുപോലെ ഇത് നിങ്ങളുടെ പേഴ്സൺ സ്പെസിഫിക്കലി പറയുന്നതാണ്. നിങ്ങളവരെ ഒരുപാട് മിസ്സ് ചെയ്യാറുണ്ട് എന്ന്. നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മിസ്സ് ചെയ്യുന്നു, കാണണം 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 എന്നുള്ള രീതിയിൽ അവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എന്താ പറയുക, അവരെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എസ്പെഷ്യലി തോന്നാറുണ്ട്. ഓക്കെ, പൊതുവേ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി പേഴ്സണാണ്, ലക്കി പേഴ്സണാണ്, പോസിറ്റീവ് പേഴ്സണാണ്. ഇപ്പോൾ എന്തെങ്കിലും ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തും. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നിങ്ങൾ ആ ഒരു 10 മിനിറ്റ് ടെൻഷൻ അടിച്ചിരുന്നാലും അതിന് ശേഷം ഇല്ല, അത് നല്ല രീതിയിൽ തന്നെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ആക്കിയെടുക്കും. അതാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ പൊതുവേ ഭയങ്കര പോസിറ്റീവാണ് എന്നാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാവരുടെയും തന്നെ അഭിപ്രായം. ഓക്കെ, യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും പരാതിയുമായിരിക്കാവത്. അതായത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും പോകുന്നു, ഷോർട്ട് നോട്ടീസിലായിരിക്കും പോകണ്ടാവുക, പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു അനക്കവും ഇല്ല എന്നുള്ള രീതി നിങ്ങളുടെ പേഴ്സൺ പറയുന്നതാവാം, നിങ്ങളുടെ വീട്ടുകാർ പറയുന്നതാവാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാതെ എപ്പോഴും ഒരു പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. യാത്ര പോകാൻ തോന്നി പോയി എന്നുള്ള, ആര് കൂടെ ഉണ്ടോ ഇല്ലയോ അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല, തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് എന്നും കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ,
ഇപ്പം നിങ്ങൾ ഓഫീസിലാണ് ഒരു പ്രസൻറ്റേഷനാണോ ചെയ്തു, ആൾക്കാരങ്ങ് കേട്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും. നിങ്ങളുടെ ശബ്ദം വളരെ മനോഹരമായിരിക്കും. നിങ്ങൾ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം, കഥകൾ പറയുന്ന വ്യക്തിയായിരിക്കാം, ഓക്കെ, പെർഫോം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. വേറെന്താണ്, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാവീണ്യമുള്ള ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ എന്താ പറയുക, പ്രാവീണ്യം എന്ന് തന്നെയാണ് അതിൽ തന്നെ ഞാൻ പറഞ്ഞു. യു ആർ ടു ഗുഡ് ആ ഒരു സംഭവത്തിൽ എന്നുണ്ട്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവർ പുകഴ്ത്തി പറയാറുണ്ട്. അവരെ പോലെ എന്ത് കഴിവാണ് ആ ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിൽ അവർ പറയാറുണ്ട്. ഓക്കെ, വളരെ മനോഹരമായി സംസാരിക്കുന്ന വ്യക്തിയുമായിരിക്കാം കേട്ടോ. എപ്പോഴും ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പറയാറുണ്ട്. അതായത് എടുത്ത് ചാടി ക്ഷമിക്കേണ്ട അവിടെ ക്ഷമിച്ച്, റിയാക്റ്റ് ചെയ്യേണ്ട അവിടെ റിയാക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്നും നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട് കേട്ടോ. പൊതുവെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. കഠിനാധ്വാനം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എത്ര ജോലി വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല പേരായിരിക്കും. ജോലി എന്ന് വെച്ചാൽ എത്ര വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് മടിയില്ല. കിട്ടുന്ന കാശിന് 100% അല്ല 200% നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. വെരി ഹാർഡ് വർക്കിംഗ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു പേഴ്സണാണ് എന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ പറയാറുണ്ട് കേട്ടോ. വളരെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലിയിലായാലും കഴിവുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം കേട്ടോ. എന്തെങ്കിലും എന്താ പറയുക, ജോലി സംബന്ധമായിട്ടൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് തരും എന്നുള്ള രീതിയിൽ ആൾക്കാർ നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്താൽ മതിയല്ലോ, അവർ പറഞ്ഞു തരുമല്ലോ എന്നുള്ള രീതിയിൽ പറയുമല്ലോ, അങ്ങനെ പറയാറുണ്ട്. വളരെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തത് കൃത്യമായി ചെയ്യുന്ന വ്യക്തിയാണ് എന്നും അഭിപ്രായമുണ്ട്. ജസ്റ്റിസ് വെച്ച് ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ മറ്റാരോടും അന്യായം പ്രവർത്തിക്കുകയില്ല. മറ്റാരെങ്കിലും നിങ്ങളുടെ അടുത്ത് അന്യായം പ്രവർത്തിച്ചാൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയില്ല, ഉടനെ പ്രതികരിക്കും കേട്ടോ. അതേപോലെ പൊതുവേ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചന കുറച്ച് കൂടുതലുള്ള വ്യക്തിയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരുപാട് സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്ന വ്യക്തിയുമാണ്. അതേസമയം നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര അഗാധമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നും കാണുന്നു. ആർട്ടിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള എഴുത്ത് സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയും ആവാം കേട്ടോ. ആർട്ടിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതും ആവാം. മനസ്സിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. തനിയെ ഇരിക്കുകയാണെങ്കിലും മനസ്സ് വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി ഒരു 2 കാർഡ് കൊടുത്തെടുക്കാം. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന, ഒന്നും എടുത്ത് ചാടി തീരുമാനിക്കില്ല. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒന്ന് ഇരുന്ന് ആലോചിച്ച് സ്വന്തമായിട്ട് ഒന്ന് ബാലൻസിലെത്തിയിട്ട് മാത്രമേ ആ കാര്യത്തിലേക്ക് അടുത്തത് എന്ത് ആക്ഷൻ എടുക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാറുള്ളൂ. എന്താണ് വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള ഒരു ആക്ഷൻ അല്ല, ഇരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നും കാണുന്നു. നിങ്ങളുടെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ മാപ്പ് ചോദിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. തിരിച്ചും അതുപോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരുടെയാണ് തെറ്റെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യണമെന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും കേട്ടോ. 2 സൈഡിലും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാപ്പ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ അവരുടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തിരിച്ചും അത് പ്രതീക്ഷിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ഭയങ്കര അഡമൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നമുക്ക് കണക്റ്റായ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരാം.
പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.